എനിക്ക് ശരിയാ തോന്നിയൊരു പാർട്ടി അത് മജീദിനോടോ ഹൈദർ അലി ശിഹാബിനോടോ ചോദിച്ച് പറയാനൊന്നും ആര്യാടൻ മോമീനെ കിട്ടില്ല. നാം കണ്ട ദൃശ്യത്തിലുള്ളത് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചോ? ഒന്നുകൂടി കേട്ടു നോക്കൂ. അത് മജീദിനോടോ ഹൈദർ അലി ശിഹാബിനോടോ ചോദിച്ച് പറയാനൊന്നും ആര്യാടൻ മോമീനെ കിട്ടില്ല. മജീദിനോടോ ഹൈദർ അലി ശിഹാബിനോടോ അങ്ങനെയാണ് ആര്യാടൻ പറയുന്നത്. ശിഹാബ് തങ്ങളോടോ എന്നല്ല. തങ്ങൾ എന്ന ആദരവ് നിഷ്കരുണം വെട്ടിമാറ്റിയാണ് ആര്യാടന്റെ സംസാരം. ആ വാല് വെട്ടിക്കളഞ്ഞ് ശിഹാബ് തങ്ങളെ KPA മജീദിന് തുല്യനായ ഒരു മുസ്ലിം ലീഗ് നേതാവായി ആര്യാടൻ നിലത്തിറക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. പാണക്കാട് തങ്ങളെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായി പരിഗണിക്കാൻ ഒരു കാലത്തും ആര്യാടൻ മുഹമ്മദ് തയ്യാറായിട്ടില്ല. പിണറായി വിജയൻ തങ്ങൾക്കെതിരെ നടത്തിയ വിമർശനത്തിൽ പ്രകോപനം അഭിനയിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ആര്യാടൻ മുഹമ്മദ് എന്ന മൺമറഞ്ഞ നേതാവിനെ ഓർമ്മയുണ്ടോ ആവോ? പിണറായി വിജയൻ നടത്തിയ വിമർശനത്തെക്കാൾ എത്രയോ രൂക്ഷമായി പാണക്കാട് തങ്ങളെ ആര്യാടൻ മുഹമ്മദ് വിമർശിച്ചിട്ടുണ്ട്. അതും ഒരേ മുന്നണിയിൽ നിന്ന്. ലീഗ് MLA AV അബ്ദുറഹ്മാൻ ഹാജിക്ക് സോണിയാഗാന്ധിയെ വിമർശിക്കാമെങ്കിൽ തനിക്ക് പാണക്കാട് തങ്ങളെയും വിമർശിക്കാം. 2001 നവംബർ 22 തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ ആര്യാടൻ മുഹമ്മദ് പറഞ്ഞ വാചകമാണിത്. മനോരമയും മാതൃഭൂമിയും 1-ാം പേജിൽ റിപ്പോർട്ട് ചെയ്ത പത്രസമ്മേളനം. മലപ്പുറത്ത് ബിൻലാദന്മാരെ സൃഷ്ടിക്കാൻ താനും കോൺഗ്രസും ഇല്ലെന്നും അക്കാലത്ത് ആര്യാടൻ തുറന്നടിച്ചിരുന്നു. പാണക്കാട് തങ്ങൾക്കെതിരെ ആര്യാടൻ മുഹമ്മദ് നടത്തിയ വിമർശനങ്ങളെയോ ആര്യാടനെയോ തള്ളിപ്പറയാൻ ഒരു കോൺഗ്രസ് നേതാവും ധൈര്യപ്പെട്ടിട്ടില്ല. K കരുണാകരനും AK ആന്റണിയുമടക്കം ആരും. ആര്യാടൻ പറഞ്ഞെത്ര കടുപ്പിച്ചൊന്നും ഇതേവരെ പിണറായി പറഞ്ഞിട്ടില്ല. സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ്.